അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 19 ചൊവ്വാഴ്ച. അക്രമകാരികളായ തെരുവുനായകളെ ദയാവധം ചെയ്യണമെന്ന് സുപ്രീം കോടതി. തെരുവുനായകൾക്കെതിരെ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകണമെന്നും കോടതി പറഞ്ഞു. പൊതുയിടങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ നീക്കണമെന്ന ഉത്തരവിനെതിരെ മൃഗസ്നേഹികൾ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഉത്തരവ്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 90 പൈസ വീതം വില കൂട്ടി. പുതുക്കിയ നിരക്കനുസരിച്ച് കൊച്ചിയിൽ പെട്രോളിന് ലിറ്ററിന് 109 രൂപ 73 പൈസയും ഡീസലിന് 98 രൂപ 63 പൈസയുമായി. തിരുവനന്തപുരത്ത് പെട്രോളിന് 111 രൂപ 71 പൈസയാണ്. 5 ദിവസത്തിനിടെ രണ്ടാം തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. 15-ാം തീയതി പെട്രോളിനും ഡീസലിനും 3 രൂപ വീതം വർദ്ധിപ്പിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കാൻ VD സതീശൻ സർക്കാർ പ്രഖ്യാപിച്ച സമിതിയുടെ അധ്യക്ഷനായി ഡോക്ടർ KM ചന്ദ്രശേഖറിനെ നിയോഗിച്ചു. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ കൺവീനറാണ്. സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ നാരായണ, CDS ഡയറക്ടർ ഡോക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. 10 ദിവസത്തിനകം ധവളപത്രം ഇറക്കും. മന്ത്രിമാർക്ക് വകുപ്പുകൾ വീതം വയ്ക്കുന്നതിൽ ചില തർക്കങ്ങളുണ്ടെന്ന് മന്ത്രി K മുരളീധരൻ. ഉന്നത വിദ്യാഭ്യാസം, ഫിഷറീസ് എന്നിങ്ങനെ ചില വകുപ്പുകളിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനു മുൻപേ എല്ലാം പരിഹരിക്കും. പാർട്ടിക്കകത്തും ചില മാറ്റങ്ങൾ വേണ്ടിവരുമെന്നും മുരളീധരൻ പറഞ്ഞു. പിണറായി സർക്കാർ 10 വർഷം മുൻപ് അടച്ചുപൂട്ടിയ സെക്രട്ടേറിയറ്റിന്റെ പ്രധാനപ്പെട്ട കവാടമായ നോർത്ത് ഗേറ്റ് തുറന്നു. കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഗേറ്റ് തുറന്നത്. പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ ഒരു വശത്തേക്ക് മാറ്റി. സമരകവാടം എന്നാണ് ഈ ഗേറ്റ് അറിയപ്പെടുന്നത്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു പിറകെ സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ഗേറ്റ് അടച്ചത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് ആവർത്തിച്ച് CPI. അർഹതയുള്ളതുകൊണ്ടാണ് ചോദിച്ചതെന്നും ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിച്ചു. ഉപനേതാവ് ആരായിരിക്കണമെന്ന് CPIയിൽ ധാരണയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉയരുമെന്നും വിമർശനങ്ങൾ ഉയരാനാണ് യോഗം ചേരുന്നതെന്നും CPM നേതാവ് M സ്വരാജ്. അരുതാത്തതെന്തോ സംഭവിച്ചെന്ന് കരുതേണ്ടതില്ല. എന്നാൽ യോഗം സംബന്ധിച്ച് പുറത്തുവരുന്ന വാർത്തകൾ യാഥാർത്ഥ്യമല്ലെന്നും M സ്വരാജ് പറഞ്ഞു. CPMൽ നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് TP രാമകൃഷ്ണൻ. LDFനുണ്ടായ തോൽവി സംബന്ധിച്ച പരിശോധന LDFും CPMും നടത്തിവരികയാണ്. പൂർത്തിയായ ശേഷം പുതിയ നിലപാടുണ്ടെങ്കിൽ അറിയിക്കുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. പിണറായിയെ ഇനി മാറ്റാനാവില്ലെന്നും പ്രതിപക്ഷ നേതാവായി തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും CPMലെ മുതിർന്ന നേതാവ് KK ശൈലജ. ആശാമാരെ ഇടതുപക്ഷം ആക്ഷേപിച്ചിട്ടില്ല, സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും ശൈലജ പറഞ്ഞു. CPM ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലും നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെയും രൂക്ഷ വിമർശനം ഉണ്ടായി. പാലക്കാട്ടെ CPMലെ നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയതിനെതിരെ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി വേദിയിൽ വിമർശിക്കാമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിമർശിക്കുന്നത് സംഘടനാ രീതിയല്ലെന്നും EN സുരേഷ് ബാബു വിമർശിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ സർക്കാർ നാളെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു.
ഓർഡിനറി, ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാനാണ് ആലോചന. തീരുമാനത്തെ എതിർക്കുന്ന സ്വകാര്യ ബസ്സുടമകളുടെ സംഘടനാ നേതാക്കളുമായി സർക്കാർ ചർച്ച നടത്തും. സ്ത്രീകളുടെ സൗജന്യ യാത്ര KSRTCക്ക് അധിക ബാധ്യത വരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വരുമാനത്തിലെ കുറവ് എങ്ങനെ പരിഹരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കണം. ശമ്പളം കൃത്യമായി നൽകണം. ആശാവർക്കർമാർക്ക് വാഗ്ദാനം ചെയ്ത 21,000 രൂപ നൽകാത്തത് വഞ്ചനയാണെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച മുഖ്യമന്ത്രി സതീശൻ അതിനുള്ളത് സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ടെയെന്ന് CPM നേതാവ് MM മണി. ഇവർ കൊണ്ടുവരുന്ന വികസനം എങ്ങനെയുള്ളതാണെന്ന് കാത്തിരുന്ന് കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF കൂടുതൽ കരുത്തോടെ തിരിച്ചുവരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി മാറ്റിയിട്ടും പൊതുവികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന പരിശോധന നടക്കുകയാണ്. ദേശാഭിമാനിയിലെ ലേഖനത്തിലാണ് ഇങ്ങനെ പ്രതികരിച്ചത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയ VD സതീശനും ടീമിനും അഭിനന്ദനങ്ങൾ നേരുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. പൂർണ്ണമായി തകർന്നടിഞ്ഞ സാമ്പത്തിക നിലയാണ് സംസ്ഥാനത്തുള്ളതെന്നും ആന്റണി ചൂണ്ടിക്കാട്ടി. ശബരിമലയിലെ സ്വർണം പൂശലിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തത്. PS പ്രശാന്തിന്റെ കാലത്തെ സ്വർണം പൂശലാണ് സംശയനിഴലിലുള്ളത്. സ്വർണ്ണനഷ്ടം വന്നിട്ടില്ലെന്നും നടപടിക്രമങ്ങളിലാണ് വീഴ്ചയെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നു. ഏകപക്ഷീയമായി റദ്ദാക്കിയ ജനന സർട്ടിഫിക്കറ്റ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കുംഭമേളയിലൂടെ വൈറൽ താരമായ മൊണാലിസയും ഭർത്താവ് ഫർമാൻ ഖാനും മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചു. രേഖകൾ വ്യാജമായി തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നിലെ ഉദ്യോഗസ്ഥ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണിയായിരുന്ന സോന മരിച്ച സംഭവത്തിൽ കന്നാസിൽ പെട്രോൾ വാങ്ങിയ സ്ത്രീ ആരെന്ന് പോലീസ് തെരയുന്നു. തീപിടിക്കാൻ കാരണം വാഹനത്തിന്റെ തകരാറല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ ബോധ്യമായി. കാറിൽ പെട്രോളുമായി പോകവെയായിരുന്നു തീപിടുത്തം. കാറിൽ ഉണ്ടായിരുന്ന ഭർത്താവ് രജിൻ ലാലും സോനയും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തി. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കെത്തിയ യുവനടി റിനി ആൻ ജോർജിനെ കൂകി വിളിച്ച് ആൾക്കൂട്ടം. കൂകി വിളിക്കുന്ന ആൾക്കൂട്ടത്തിനിടയിലൂടെ ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്ന റിനിയുടെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി. കണ്ണുകടി മൂലം ചില കൂലം കുത്തികൾ ഓരിയിട്ടെന്നാണ് റിനിയുടെ പ്രതികരണം. അതിനെ അവജ്ഞയോടെ തള്ളിയെന്നും റിനി പറഞ്ഞു. PD സതീശൻ സർക്കാരിൽ 13ാം നമ്പർ കാർ ആർക്കും വേണ്ട. ഇന്നലെ 13ാം നമ്പർ കാർ ടൂറിസം വകുപ്പ് തയ്യാറാക്കിയിരുന്നുവെങ്കിലും മന്ത്രിമാർ ആരും ഏറ്റെടുത്തില്ല. വോട്ട് ചെയ്യാൻ ബംഗാളിലേക്ക് പോയ അതിഥി തൊഴിലാളികൾ മടങ്ങിയെത്താത്തതുമൂലം കേരളത്തിൽ തൊഴിലാളി ക്ഷാമം. നിർമ്മാണം, ഹോട്ടൽ, പ്ലൈവുഡ് തുടങ്ങിയ വിവിധ മേഖലകളെ സാരമായി ഇത് ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പാഠപുസ്തകങ്ങളുടെ അച്ചടി വൈകുന്നു. 10ാം ക്ലാസ്സിലേക്കുള്ള പുസ്തകങ്ങൾ മാത്രമാണ് വിതരണം പൂർത്തിയായത്. പേപ്പറുകളുടെ ക്ഷാമമാണ് പ്രതിസന്ധിക്ക് കാരണം. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേണി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ DMKയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞ പെൻ ഏജൻസിക്കെതിരെ പാർട്ടിയിൽ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മരുമകൻ ശബരീശന്റെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയുടെ തീരുമാനങ്ങളാണ് തോൽവിക്ക് കാരണമെന്ന് നേതാക്കൾ ആരോപിച്ചു. കർണാടകയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ മാറ്റി ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ അധികാരത്തിലേറ്റുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു. ഡൽഹിയിലെത്തി കോൺഗ്രസ് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമയം തേടി. നേതൃത്വമാറ്റ ചർച്ചകളിൽ ഉടൻ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. രേണുകാസ്വാമി കൊലക്കേസിൽ പ്രതിയായ നടൻ ദർശൻ ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചെന്ന അഭ്യൂഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു. ദർശൻ അതീവ നിരാശനാണെന്ന് ഭാര്യ വിജയലക്ഷ്മി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. പ്രത്യേക ഭരണപ്രദേശം വേണമെന്നാവശ്യപ്പെട്ട് മണിപ്പൂരിലെ കുക്കികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിവേദനം നൽകി.
നിലനിൽപ്പ് ഭീഷണിയിലെന്നും കുക്കികൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിക്കുന്നില്ലെന്നും നിവേദനത്തിൽ പറയുന്നു. പുറത്തേക്കുള്ള യാത്രയ്ക്കായി പ്രത്യേക ഹെലികോപ്റ്റർ സംവിധാനം വേണമെന്നും കുക്കി വിഭാഗം ആവശ്യപ്പെട്ടു. നോർവേയുടെ ഹരിതോർജ്ജ സാങ്കേതിക വിദ്യ ഇന്ത്യയ്ക്ക് കൈമാറും. നോർവേയിൽ നിന്ന് 10 ലക്ഷം കോടി നിക്ഷേപം ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നോർവേ സന്ദർശനം ഫലപ്രദമായിരുന്നുവെന്നും അടുത്ത 10 വർഷത്തിനിടെ 10 ലക്ഷം തൊഴിലവസരം രാജ്യത്തുണ്ടാകുമെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും ഇന്ത്യയും ഉൾപ്പെടുന്ന ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. യൂറോപ്പ് സന്ദർശനത്തിനിടെ പത്രലേഖകരുടെ ചോദ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകാതെ കൈമലർത്തിയെന്ന വിവാദത്തിൽ മറുപടിയുമായി വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ്. നൂറുകണക്കിന് മാധ്യമങ്ങളുള്ള ഇന്ത്യയെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെയാണ് ചോദ്യമെന്നാണ് വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രതികരണം. കോവിഡ് കാലത്ത് ആഗോള വിശ്വാസ്യത നേടിയ ഇന്ത്യയിൽ മനുഷ്യാവകാശ ലംഘനമുണ്ടായാൽ കോടതിയെ സമീപിക്കാം. ഇന്ത്യയുടെ 5000 വർഷത്തെ സനാതനമായ നാഗരികതയെക്കുറിച്ചും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ലണ്ടൻ ആസ്ഥാനമായുള്ള സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം പ്രയോജനപ്പെടുത്തുന്നതോടെ 8000-ഓളം ജീവനക്കാരെ പിരിച്ചുവിടും. 15% ജീവനക്കാരെ ഒഴിവാക്കാനാണ് തീരുമാനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വധിക്കുന്നവർക്ക് $5.8 കോടി പാരിതോഷികം നൽകുന്നതിനുള്ള നിയമം ഇറാൻ പാർലമെന്റിൽ. 580 കോടി രൂപ ഇനാം പ്രഖ്യാപിക്കുന്നത് പരിഗണനയിലുണ്ടെന്ന് ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം അസീസിയാണ് വെളിപ്പെടുത്തിയത്. ഇറാനെതിരായ ആക്രമണം മാറ്റിവെക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. സമാധാന കരാർ സാധ്യമായില്ലെങ്കിൽ ഇന്ന് ഇറാനെ ആക്രമിക്കാനായിരുന്നു ട്രംപിന്റെ നീക്കം. അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടിക്ക് മുതിർന്നാൽ അത് വലിയ രക്തച്ചൊരിച്ചിലിന് കാരണമാകുമെന്ന് ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡിയാസ് കാനൽ പറഞ്ഞു. അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് പുറത്തുവിട്ട റിപ്പോർട്ടിനെ തുടർന്നാണ് ക്യൂബയുടെ ഈ ശക്തമായ പ്രതികരണം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയിലേക്ക്. അമേരിക്ക-ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുടിൻ ചൈനയിൽ എത്തുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ടെസ്റ്റ് മത്സരത്തിനും ഏകദിന പരമ്പരയ്ക്കുമുള്ള ഇന്ത്യൻ ടീമിനെ BCCI ഇന്ന് പ്രഖ്യാപിക്കും. ഗോഹട്ടിയിൽ അജിത് അഗാർക്കറുടെ നേതൃത്വത്തിൽ ഇന്നു ചേരുന്ന സെലക്ഷൻ കമ്മിറ്റി യോഗം ടീമിൽ വൻ അഴിച്ചുപണി നടത്തുമെന്നാണ് BCCI വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒരു ടെസ്റ്റ് മത്സരവും 3 ഏകദിനങ്ങളുമാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പരമ്പരയിൽ ഉള്ളത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.